എങ്ങട്ടാ മേനെ കാലത്ത് തന്നെ ഇത്ര വെപ്രാളത്തില്? ആ ഇത്തിരി വെപ്രാളൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ. കൊടുത്ത കാശ് കിട്ടാതാകുമ്പോ താനും ഓടില്ലേ നെട്ടോട്ടം. 1-ാം മാസം വിളിച്ചെടുത്ത ചിട്ടിയ. മാസം 3 കഴിഞ്ഞിട്ട് കക്ഷിയുടെ പൊടി പോലും കാണുന്നില്ല. ആരാ കക്ഷി? നമുക്ക് കൈകാര്യം ചെയ്യാം. ആ ഇസ്മായിലിന് ഒരു 300 വാങ്ങിച്ചു കൊടുത്താൽ മതി, സംഗതി ക്ലീനാക്കി കൈ തരും. എന്നിട്ട് വേണം ഞാൻ പോലീസ് സ്റ്റേഷനിലെ കയ്യിൽ ഇറങ്ങി തനിക്ക് കാണാനല്ലേ? ചിട്ടിയും വട്ടിയൊക്കെ നടക്കുമ്പോ കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ മേനെ? ആളാരാണെന്ന് പറ. നമ്മളെ പാണാട്ട ശങ്കരൻ നായരുടെ വരുവാനില്ലേ, ഗോപിനാഥൻ, അവൻ തന്നെ. അത് കിട്ടില്ല എന്റെ മേനെ, കർത്താവാണ് സത്യം, അത് കിട്ടാൻ പോണില്ല. കഴിഞ്ഞ 31-ാം തീയതി ബോണസ് കിട്ടുമ്പോ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിച്ചതാ പുള്ളി. ദോഷം പറയരുതല്ലോ. പിന്നെ അവനെ ആ വഴിക്കേ കണ്ടിട്ടില്ല. ആ ചെല്ലേ ചെല്ലേ. മുത്തശ്ശി ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചേ? മരിച്ചു പോയ നിന്റെ അപ്പൂപ്പന് വേണ്ടി. കിന്നാരം പറയാണ്ട് വേഗം അടുക്കളയിലോട്ട് ചെല്ല. ഞാൻ ഭഗവതിയോട് എന്താ പറഞ്ഞെന്ന് കേൾക്കണോ? എനിക്കൊന്നും കേൾക്കണ്ട. എത്രയും പെട്ടെന്ന് എന്നെ കെട്ടിക്കൊണ്ടു പോകാൻ ഒരാള് വരണേന്ന്. പോവണ്ട. എന്താ മാവാ? കുറെ ഏറുണ്ടെന്ന് എന്റെ കൊഞ്ചല്. അമ്പലത്തിൽ പോയാ വരാൻ 4 മണിക്കൂറാ. ഞാൻ എത്ര നേരമായി കുഴമ്പ് തെച്ചിരിക്കണം അറിയൂ? അതിന് അമ്മാവന് വെള്ളം ചൂടാക്കി തരാൻ ഞാനൊരാളെ ഉള്ളൂ ഇവിടെ. അനിത ചൂടാക്കിയാലും വെള്ളം ചൂടാവും. വെള്ളം ചൂടാവും. എന്തിനാ ശങ്കര നീ ഈ കുഴമ്പൊക്കെ വരുത്തേച്ച് തീർക്കണേ? ധാന്യന്തരം കുഴമ്പല്ലേ ശങ്കര ഇത്? അതെ. ഇത് എന്തിനുള്ള കുഴമ്പാണെന്ന് നിനക്കറിയാമോ? എടാ, പ്രസവിച്ച് കിടക്കണ പെണ്ണുങ്ങൾ പെട്ടണ കുഴമ്പായത്. നീ ഇങ്ങനൊരു തിരുമണ്ടനായി പോയല്ലോ എന്റെ ശങ്കര. അവനല്ലേ എവിടെ? ആരാണോ? നിങ്ങളെ മരുമകൻ ഗോപിനാഥൻ തന്നെയാ ചോദിച്ചത്. അവൻ എത്ര കാലം ഇങ്ങനെ മുങ്ങി നടക്കുന്നു എനിക്കൊന്ന് രാവിലെ തന്നെ ഞാൻ തുണിക്കടയിലേക്ക് പോയി അങ്ങേരോട് പറഞ്ഞേക്ക്. അടിച്ചവന്റെ കയ്യും കാര്യം ഞാൻ ഒട്ടിക്കൂ. എനിക്കതൊരു പ്രശ്നമല്ല. ഗോപി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ പശുവിനെ കറക്കാൻ അങ്ങോട്ട് പോയിട്ടുള്ളൂ. ഗോപിയുടെ കടയിൽ പോയിട്ട് നേരെ എത്രയായി? ഈ അമ്മാവൻ ഇവിടെ ഒന്നല്ലേ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മെയിനിരിക്കൂ, ചായ കുടിച്ചിട്ട് പോവാ. കയറി ഇരുന്ന് ചായയും ചോറൊക്കെ കൊണ്ടുപോവാ. ഞാൻ അവിടെ പെണ്ണാവുന്നത്. കഴിഞ്ഞ മാസം 3-ാം തീയതി ചിട്ടിയുടെ ഗഡു വരാന്ന് പറഞ്ഞ ഗോപി പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ തമാശ പറഞ്ഞല്ലേ. അപ്പൊ എത്തിച്ചുണ്ടാവും. എന്നാല് ഈ എണ്ണയും തേച്ചിട്ട് ഒരുമാതിരി കണവണ വർത്താൻ പറഞ്ഞിട്ടല്ലോ. എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാത്തതാ. പണം മേടിച്ച് ഞന്നല്ലാതെ അത് തിരിച്ചു കൊടുക്കണമെന്ന് വല്ല വിചാരമുണ്ടോ നിങ്ങളെ മോനെ? അവൻ വന്നാ ഞാൻ പറയാം. കാലത്ത് തന്നെ വീട്ടിന് മുമ്പിൽ വന്ന് ഇന്നൊന്നും പറയരുത്. അവനെ ഞാൻ എവിടെയെങ്കിലും ഇട്ട് പിടിച്ചോളാം. ഇത് മേന്ന ഇവനെക്കാളും വലിയ വന്ന് ഇഡലിയുടെ വലിപ്പം 1 രൂപ തൊട്ടിന്റെ പരുവത്തിലായി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എങ്ങനെ ഇതെങ്കിലും ഇവിടെ എത്തുന്നെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ കുട്ടി ഒരു തമാശ പറഞ്ഞതല്ലേ, നീ ഞാൻ ദേഷ്യപ്പെട്ടാലോ? തമാശ. ജാനകി, എന്റെ കുഴമ്പ് തീർന്നു. ഗോപിയോട് പറഞ്ഞില്ലേ നീ? ഇല്ല, രാവിലെ മേൻ ഇവിടെ വന്ന് കാട്ടിയ പരാക്രമം ഏട്ടന് കണ്ടതല്ലേ. എന്തിനാ ശങ്കര നീ ഈ കുഴമ്പൊക്കെ വരുത്തേച്ച് തീർക്കണേ? അമ്മേ, അത് ആകെ ഒരു വേദന. വേദന ഒക്കെ തോന്നല. കഴിഞ്ഞ ആഴ്ചയാ 100 രൂപയുടെ എണ്ണയും കുഴമ്പും വാങ്ങിയത്. അത് തീർത്തു നീ. മുത്തശ്ശിക്ക് കുഴമ്പ് വാങ്ങണം, അതും ഇന്ന് തന്നെ വേണം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഏറ്റു കാര്യം. എന്തിനാ എന്റെ കുട്ടി നീ ഈ നാട്ടുകാരോട് മുഴുവൻ കടം വാങ്ങുന്നേ? കാലത്ത് തന്നെ അവര് വന്ന് പറയുന്ന വേണ്ടാതിനൊക്കെ ഈ അമ്മയെ കൂടെ കേൾപ്പിക്കണോ? മുത്തശ്ശി ആശുപത്രി കിടന്നപ്പോ പിടിച്ച ചിട്ടിയാ. അമ്മയ്ക്ക് അറിയാലോ, കൃത്യസമയത്ത് അടയ്ക്കാൻ പറ്റില്ലെന്നുള്ളത് ശരിയാ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അല്ലെങ്കിൽ ഞാനൊരാൾ മാത്രമല്ലേ ഉള്ളൂ. വായു പിന്നെയും കോപിച്ചിരിക്കണോ എന്റെ ഗോപി? ആ നാണുവൈദ്യരുടെ ഗുളിക കെട്ടിരുന്നീ അവനൊന്ന് പിടിച്ച് കെട്ടായിരുന്നു. പിടിച്ചു കെട്ടണ്ട, അതങ്ങ് തുറന്നു വിട്ടാ മതി. ജാനകി, ആര്? ഗോവിന്ദേട്ടനോ? വരൂ, ഇരിക്കൂ. ശങ്കര, ജാനകിയും മക്കളും റോട്ടിൽ ഇറങ്ങേണ്ടി വരുമല്ലോ എന്ന് കരുതി അന്ന് ഞാനത് ചെയ്ത്. അതിനിപ്പോ എന്താ ഉണ്ടായി? അതിന് ഞാൻ പറയണോ? അമ്മാവൻ വന്ന കാലം നിൽക്കാതെ കയറി ഇരുന്നട്ടെ. ജപ്തി നോട്ടീസ് വന്നപ്പോ 75,000 രൂപ ഞാൻ അവിടെ കെട്ടിവെച്ചില്ലേ, കാണാമായിരുന്നു എന്തൊക്കെയാ നടക്കുക എന്നുള്ളത്. ഇതൊക്കെ പല ആവർത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. കാര്യം അറിഞ്ഞാൽ മാത്രം പോരാ. 75,000 രൂപ ഈ ബുധനാഴ്ച എനിക്ക് കിട്ടണം. ഏട്ടന് കുറച്ചു ദിവസം കൂടി ക്ഷമിച്ചൂടെ? പറ്റില്ല എന്ന് അറിയിക്കാനാണ് ഞാൻ വന്നത്. ഇവൻ എത്ര അവധി പറഞ്ഞെന്ന് ശങ്കരൻ അറിയോ? ഉവ്വ്, തരാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ അവധി പറയുന്നത്. പിന്നെ 100-200 രൂപയൊന്നുമല്ല, 75,000 രൂപയാ. അത് പെട്ടെന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എനിക്കിത്തിരി വിഷമം തന്നെയാ. നിന്റെ വിഷമമൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്നാലേ കാശ് തരാൻ എനിക്ക് മനസ്സില്ല. അമ്മ പോയി കേസ് കൊടുക്കോ? ഗോപി,
അമ്മ എന്നെ പറഞ്ഞേ ഇങ്ങനെയല്ല പിന്നെ എങ്ങനെയാ മറുപടി പറയുക? ബാങ്ക് ലോൺ ശരിയായി കഴിഞ്ഞാലുടൻ കാശ് തിരിച്ചു കൊടുക്കാന്ന് ഒരു 100 വട്ടം പറഞ്ഞതാ. കേക്കണ്ടേ? വെളുക്കുന്നതിന് മുമ്പ് തോന്നോളും. അതൊന്നും പോരാഞ്ഞിട്ട് തുണിക്കടയിലും കാശ് കൊടുക്കാണ്ടെന്ന് എഴുതി മനുഷ്യന് സ്വയം തരണ്ടേ? ലോൺ കിട്ടിയ ഉടനെ തരാന്നല്ലേ പറഞ്ഞ്? കഴിഞ്ഞ 1 കൊല്ലമായിട്ട് കേട്ടു തുടങ്ങിയതാ ഈ ലോണ്. ഞാനേ അധ്വാനിച്ചുണ്ടാക്കിയ പണമാ. ശങ്കരനെ പോലെ കുഴമ്പം തേച്ചിങ്ങനെ വെറുതെ ഇരുന്ന് ആഹാരം കഴിച്ചിട്ടില്ല ഈ ഗോവിന്ദനായര്. അധികമല്ലേ പോയിട്ടാ. ഈ കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി കഷ്ടപ്പെട്ടാ ഞാൻ ഈ കോലത്തിലായത്. ശങ്കരൻ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കാ ഭേദം. എന്താ ഏട്ടാ ഇത്? അമ്മാവൻ ഇവിടുന്ന് ഒന്ന് പോയി തരുന്നുണ്ടോ? പോവണ്ട. ഇനി വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പണവുമായിട്ട് ഈ ഗോവിന്ദനായർ തിരിച്ചു പോകും. ആ ആ ജാനകിയെ ഒറ്റൊരുത്തി ഓർത്തിട്ടാ ഇത്രയും കാലം ഞാൻ മിണ്ടാണ്ടിരുന്നത്. 75,000 രൂപ അധ്വാനിച്ചുണ്ടാക്കിയ പണമാ ഈ ഗോവിന്ദൻ നായർ. അത് വെറുതെ കളയാൻ ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി തർക്കുത്തരം പറയുന്നവൻ. അമ്മയും മക്കളും റോട്ടിലിറങ്ങി തെണ്ടേണ്ടി വരുമ്പോ അവന് മനസ്സിലാവും ഈ ഗോവിന്ദൻ നായർ ആരാണെന്ന്. താൻ തോന്നി. അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത്. കാലത്ത് തന്നെ അങ്ങോട്ട് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു അച്ഛനെ? ആഹാ, ഞാൻ ഇറക്കിയ പണം നീ കൊണ്ടു തരുവോ? ഇക്കണ്ട ഭൂമി മുഴുവൻ സമ്പാദിച്ചതേ എനിക്ക് വേണ്ടിയല്ല, നിന്നെ മാനാഭിമാനമുള്ള ഒരുത്തന്റെ കൂടെ പറഞ്ഞയക്കാനാ. അത് മനസ്സിലാവുണ്ടോ എനിക്ക്? മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ എന്നും പറയാറുള്ളതല്ലേ എന്നെ ഒരുത്തന്റെ കൂടെ പറഞ്ഞു വിടാൻ. അച്ഛൻ ഇത്രയേറെ സമ്പാദിക്കൊന്നും വേണ്ട. അത് ഞാൻ തീരുമാനിച്ചോളാം. പാണാട്ട് ഗോവിന്ദൻ നായരുടെ മകളെ എങ്ങനെ കെട്ടിച്ചേക്കണമെന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് നോക്കിയേ, നിന്റെ മനസ്സിൽ വേറെ വല്ല വിചാരം ഉണ്ടെങ്കിലേ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല. എന്റെ മനസ്സിൽ ഇപ്പൊ 10 മണിക്ക് മുമ്പ് സ്കൂളിൽ എത്തണമെന്ന് വിചാരമുള്ളൂ. ഇതിലും ചമ്മന്തി മേശപ്പുറത്ത് മൂടി വെച്ചിട്ടുണ്ട്. അമ്മാവന്റെ മകളെ പ്രേമിച്ച് നടക്കുന്നതിൽ ഒരു ത്രില്ലും ഇല്ല. അതുകൊണ്ട് ഈ ലൈൻ ഒന്ന് മാറ്റിയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. ഈയിടെയായി എനിക്കും അത് തോന്നി തുടങ്ങിയിട്ടുണ്ട്. വള്ളി നിക്കറ് വിട്ട് നടക്കാൻ തുടങ്ങിയ കാലം മുതൽ കാണുന്നല്ലേ. അതുകൊണ്ട് എനിക്കും ഭയങ്കര ബോറടി. ഇനി മിക്കവാറും എന്റെ കുട്ടിക്ക് ബോറടിക്കേണ്ടി വരില്ല. കാരണം കല്യാണം കഴിഞ്ഞാൽ ദിവസവും നിന്റെ തന്തപ്പടിയായിട്ട് കയ്യാങ്കളി വേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ പ്രണയം അകാല ചരമം പ്രാപിക്കാനാണ് സാധ്യത. വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. എന്തിനാ ആവശ്യമില്ലാതെ അച്ഛനുമായി വഴക്കിടാൻ പോയത്? വെളിച്ചാവുമ്പോ തന്നെ ഉമ്മറത്ത് വന്ന് വിളിച്ചു കൂവിയാല് ആർക്കാ ദേഷ്യം വരാണ്ടിരിക്കുക? അച്ഛൻ ഉണ്ടാക്കുന്ന എല്ലാം ഒടുവിൽ ഗോപിയേട്ടൻ തന്നെയല്ലേ? എന്നാര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? നിന്റെ തന്തപ്പടി സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? എന്റെ ഗോപിയേട്ടന്റെ കൂടെ ഇറങ്ങി വരാൻ ഈ ലോകത്ത് എനിക്ക് ആരുടെയും സമ്മതം വേണ്ടല്ലോ. വരണം, ഒരു കാര്യം പറയുവാനുണ്ട്. ഒരു കാര്യം പറയുക വേണ്ട. അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാ? ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞു തരാം. ശത്രുദോഷം ശരിക്കുമുണ്ട്. ശത്രുവിനെ വകവരുത്തുവാനുള്ള പരിഹാര മാർഗവും പറഞ്ഞു തരാം. വരണം. ശത്രുവിനെ വകവരുത്താനുള്ള രേഖ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അതിന്റെ മോന്റെ കണ്ണ് രണ്ട് ഞാൻ ചൂന്നെടുത്ത് കളയും. എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ കേട്ടാ. അത് ഞാൻ നോക്കിക്കോളാം. നിന്റെ സഹായം ഒന്നും വേണ്ട. സ്വന്തം ശത്രു അരികിൽ തന്നെ ഉണ്ട്. വരണം, പറഞ്ഞു ശത്രു തരാം. നീ തന്നെയാടാ എന്റെ ശത്രു. പോ. വേണ്ടേ? ഹലോ, വരണം, ഒരു കാര്യം പറയുവാനുണ്ട്. സാറിന്റെ മുഖലക്ഷണത്തെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ സത്യസന്ധനാണ്. ആ കണ്ണുകൾ വലിയ ഭാഗ്യവാന്റെ ലക്ഷണമാണ്. ഏതോ ഒരു അപകടസന്ധിയിൽ നിന്നും രക്ഷപ്പെട്ടു വരികയാണെന്ന് കണ്ടാൽ അറിയാം. വരണം, പറയുവാനുണ്ട്. നല്ല ഐശ്വര്യമുള്ള മൂക്കാണ്. ജോൺ എഫ് കെന്നഡിക്കും ജവഹർലാൽ നെഹ്റുവിനും ഇതേ മൂക്ക് തന്നെയായിരുന്നു. വിശ്വപ്രസിദ്ധനാവും. അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ വരണം. ഐശ്വര്യമായി ഒരു ദക്ഷിണം വെക്കണം. മുരുക ഭഗവാനെ, ഗുരുവായൂരപ്പ. തൽക്കാലം ഇത് മതിയാവും. പറയുന്നത് മുഴുവനും സത്യസന്ധമാണെങ്കിൽ സാറ് 100 രൂപ എനിക്ക് സമ്മാനം തരണം. ഭഗവാനെ, ഇനി ആ കൈയൊന്ന് കാണട്ടെ. വിവാഹിതനല്ല. അല്ല, അടുത്ത് തന്നെ ഉണ്ടാവും. ഉത്തരങ്ങൾ വേണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ജോലി അധികനാൾ ചെയ്യേണ്ടി വരില്ല. അയ്യോ, അപ്പൊ മുതലാളി എന്നെ ജോലി എന്ന് പറഞ്ഞു വിടുവോ? അയ്യോ, അതല്ല സാർ, നല്ല ഐശ്വര്യമുള്ള കൈയാണ്. കോടി ജനങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഇത്തരം രേഖയുണ്ടാവൂ. രാജയോഗമാണ്. സവാരി ആനപ്പുറത്താവും. ജനങ്ങളെ ഭരിക്കുവാനുള്ള അധികാര പദവിയിലെത്തും. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറയൂ. അതെ, പാണാവള്ളി കൃഷ്ണപ്പണിക്കരെന്ന ഞാൻ പറയുന്നു. ലോട്ടറി എടുക്കാറുണ്ടോ? ഇല്ല. എന്നാ എടുക്കണം. ഓ, കോടീശ്വരനാകാനുള്ള യോഗം കാണുന്നുണ്ട്. കോടീശ്വരൻ. ഈ ലോട്ടറിക്ക് മുടക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ ആ മേനോന്റെ കടങ്കിലും തീർന്നിരുന്നു.
എപ്പോഴാ ഭാഗ്യം വന്ന് കയറുക ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അമ്മാവ? ജാതകവശ നല്ല സമയാ എന്റെ കുട്ടിക്ക്. ആ എങ്ങനെങ്കിലും നിന്റെ സമയം തെളിഞ്ഞാ മതിയായിരുന്നു. നായ്ക്കൾ കുറിക്കുന്നു. ആരാത്? പോടാ പട്ടി അവിടുന്ന്. വേണ്ടാട്ടാ, എന്റെ അടുത്ത് വേണ്ട. ഇതാ പുണ്യല്ലേ? അതെ എന്റെ മോനി വന്നല്ലോ. അതെ, വന്നു അമ്മേ. നാടൻ പട്ടികൾക്ക് ഇത്ര ശൗര്യം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. നീ അവിടെ നിനക്ക് 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 എന്നെ അപ്പുണ്ണി നീ ഇനി 5 കൊല്ലം കഴിഞ്ഞ് മടങ്ങൂന്നാണല്ലോ കത്തിൽ എഴുതിയിരുന്നത്. അതെ, അതായിരുന്നു പ്ലാൻ ചേട്ടാ. പക്ഷേ ആശ്രമത്തിൽ ഇത് മോഷണം നടന്നു. എന്ത് മോഷണം? മഠാധിപതി ചൗടയ്യ സ്വാമിയുടെ രത്നകിരീടം കാണാതെ പോയി. നീയാവും മോഷിച്ചത്. ചേട്ടാ, സ്വാമിമാരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഏതോ തന്തയില്ലാത്ത അന്തേവാസി ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഞാനാണ്. പോലീസ് ചോദ്യം ചെയ്തും മർദ്ദിച്ചും എന്റെ ശരീരം ഈ പരുവത്തിലായി. മോനെ അപ്പുണ്ണി, നീ വന്ന് കുളിച്ച് ആഹാരം കഴിക്കും. വേണ്ട അമ്മേ, ആഹാരം കഴിച്ചിട്ട് കുളിച്ചിട്ട് വീണ്ടും വേണമെങ്കിൽ ആഹാരം കഴിക്കാം. പിന്നെ ഒരു കാര്യം, ആരും ഇനി എന്നെ അപ്പുണ്ണിന്ന് വിളിക്കരുത്. ഞാൻ അപൂർണാനന്ദ സ്വാമികളാണ്. എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കാം. ആദ്യം ഭക്ഷണം കഴിക്കട്ടെ. ചേച്ചി കരയരുത്, ആരും ദുഃഖിക്കണ്ട. ഗോപിക്കുട്ട, ഇനി കുറച്ചു കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. മോളെ, ആശ്രമത്തിലെ കഥകളൊക്കെ അടുത്ത വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞുതരാം. അമ്മേ, അമ്മ അകത്തേക്ക് വരുന്നില്ലേ? പിന്നെ ചേട്ടാ, ബീഡി വലി കുറയ്ക്കണം കേട്ടോ. ആ കുറയ്ക്കാം. ചേട്ടൻ ഏത് ബീഡി വലിക്കണേ? നീ വല്ലതും കഴിക്കേ പോയിട്ട്. വേദനിക്കുന്നു. അല്പം വേദനിക്കട്ടെ എന്ന്. ഇന്ന് എന്തായാലും ചീത്തവിളി ഉറപ്പാ. വളയുടെ കാര്യം ഞാൻ എന്താ പറയാ വീട്ടില്? നോണ പറയാൻ ഞാൻ തന്നെ പഠിപ്പിച്ചു തരണോ? വല്ല വത്സമ്മയോ സുമതിയോ ആരെങ്കിലും തന്നു പറഞ്ഞാ പോരെ? ഇനിയിപ്പോ എന്നും അമ്പലത്തിൽ വരാനും പേടിയാ. ഞാൻ പറയാറില്ലേ ഒരു അമ്മാവനെ കുറിച്ച്, അപൂർണാനന്ദ സ്വാമികൾ. പുള്ളി വന്നിട്ടുണ്ട് വീട്ടില്. ഇനി നിത്യം അമ്പലത്തിൽ കാണും. ഞാൻ പോരുമ്പോ കുളിയും തേവാരും നടക്കണേ ഉള്ളൂ. ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ കുറെ കേട്ടിട്ടുണ്ട്. നാട്ടിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി മുങ്ങിയ ആളല്ലേ. മുഖം കണ്ടാൽ തന്നെ അറിയാം അയാൾ കള്ളനാണെന്ന്. പെണ്ണുങ്ങളെ കണ്ടാൽ ഒരു പ്രത്യേകതരം നോട്ടവും ശൃംഗാരവും. ശ്ശോ, ഒന്നും മിണ്ടാണ്ടിരിക്കോ വിജയേട്ടെ. വരൂ, നമുക്ക് പോവാം. നിൽക്കൂ വത്സ. എന്താ കുട്ടിയുടെ പേര്? വിജയൻ. എന്റെ മുഖം കണ്ടിട്ട് എന്താ തോന്നണേന്ന് പറഞ്ഞേ? സ്വാമിയാണെന്ന് തോന്നണമെന്ന് പറഞ്ഞു. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? ആ തേജസ്സും അവിടുത്തെ ഗാംഭീര്യവും കണ്ടപ്പോ നോക്കിപ്പോയതാ. ഈ കൂടെ നിൽക്കണ കുട്ടി ആരാണെന്ന് അറിയോ തനിക്ക്? അറിയാം. ആരാ? ഇന്ദു, സ്വാമിയുടെ സഹോദരിയുടെ മകൾ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാം, പക്ഷേ രണ്ടുപേർക്കൊപ്പം വേണ്ട. കുട്ടി അങ്ങോട്ട് മാറി നിൽക്കൂ. വത്സ, എന്തോ? ചെവി ഇങ്ങോട്ട് തരൂ. എന്റെ അമ്മോ. എന്താ? അയ്യേ. ഞെട്ടരുത്. എടാ തന്തയ്ക്ക് പറക്കാത്തവനെ, കമണ്ടലും വടിയും എടുത്ത് ദേശാടനത്തിന് ഇറങ്ങിയത് പിച്ചെടുക്കാനല്ല. നീ ആ പിഞ്ചു പെൺകുട്ടിയോട് പറയണതൊക്കെ ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? എനിക്ക് കള്ളലക്ഷണം ഉണ്ടെന്ന്. ഉണ്ടടാ, ഉണ്ട്. മേലിൽ ഇങ്ങനെയുള്ള പാവം പെൺകുട്ടികളെ വഴിപിഴപ്പിക്കാൻ നോക്കിയാൽ പോനെ വത്സ, ഈ പാവം സ്വാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കരുത്. പോടാ 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 പന്നി. വത്സേ, എന്റെ പെങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ചാലുണ്ടല്ലോ, തല്ലിക്കൊന്ന് ഞാൻ ഈ അമ്പലക്കുളത്തിൽ കുഴിച്ചിടും. പോയി പോവാൻ. സ്വാമിജി, ദീപാരാധനയൊക്കെ കഴിഞ്ഞു. ഓ,
മുണ്ടും നേരിതും കാണുമ്പോ തരിക്കുക. ഭഗവാനെ, എന്നെ പരീക്ഷിക്കരുത്. കാലത്ത് മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇവിടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്കറിയൂ. അതിന്റെ ഇടയിൽ അവളുടെ ഒരു പ്രേമം. ഈശ്വരൻ ആ സമയത്ത് എന്നെ അവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലേ. കൃഷ്ണ, ആ ചെക്കൻ ഏത് തറവാട്ടിലെയാണോ ഏട്ടൻ പറഞ്ഞത്? വാരിശ്ശേരിലെ വിശ്വനാഥമേന്റെ ഒരു മരുമകനായിട്ട് വരും. ഇപ്പൊ എനിക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. എന്താ അത്? ആ ചെക്കനെ കുറിച്ചൊന്ന് അന്വേഷിച്ചാലോ പുണ്ണി? ഗോപി എന്താ പറയണേ? ഞാനൊന്നും പറയുന്നില്ല. വേണ്ട. അമ്പലവും വഴിപാടെന്നൊക്കെ പറഞ്ഞ് കാലത്തെ ഇവിടുന്ന് അങ്ങോട്ടുള്ള പോക്കൊന്ന് അവസാനിപ്പിച്ചേക്കണം. ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിക്കണോ എന്തോ? ഇപ്പൊ ഇനി ആരും അവളോടൊന്നും പറയാൻ പോണ്ട. എടാ ഗോപി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. കല്യാണം എന്നൊക്കെ പറഞ്ഞിപ്പോ പുറപ്പെട്ട അതിനിവിടെ പൊന്നും പണവും കെട്ടി വെച്ചിട്ടുണ്ടോ? ആദ്യം ആ ലോണൊന്ന് ശരിയായിക്കോട്ടെ. പൊന്നും പണവും മാത്രമല്ലോ കല്യാണം, മനസ്സിന്റെ ചേർച്ച കൂടിയല്ലേ. ഏട്ടൻ വളരെ നാളുകൾ കൂടി ഒരു സത്യം പറഞ്ഞു. 1 2 3 4 5 കുരുവികൾ. രാജാവിന്റെ കൊട്ടാരത്തിൽ കൂടുവെച്ചല്ലോ. റാണി വന്ന് നോക്കിയപ്പോൾ കുരുവികൾ 5. പാട്ടും പാടി പറന്നു പോയല്ലോ. പാട്ടും പാടി പറന്നു പോയല്ലോ. ടീച്ചറിനെ ഇപ്പൊ വിട്ടേക്കാം കേട്ടോ. ഒന്ന് വന്നേ. ഒരു മിനിറ്റ്. എന്താണോ ഇന്നും അച്ഛനുമായിട്ട് വല്ലതൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? ഏയ്, കക്ഷി മാറ്റിനി ഫൈനൽ റൗണ്ടിൽ ഏറ്റുമുട്ടാമെന്ന് കരുതി വന്നത്. അതിനല്ല, ആ ബാങ്ക് ലോണിന്റെ കാര്യത്തെ പറ്റി ഞാൻ മായോട് പറഞ്ഞിരുന്നില്ലേ? അത് 2 ആഴ്ചയ്ക്കും ശരിയാക്കി തരാമെന്ന് മാനേജർ ഏൽപ്പിക്കാം. പക്ഷേ അതിനു മുമ്പ് ചില ആചാര മര്യാദകളൊക്കെ ഉണ്ടല്ലോ. എന്താ? മനസ്സിലായില്ല അല്ലേ? അയാളുമായിട്ടൊന്ന് കൂടണം. കയ്യിലാണെങ്കിൽ കാലണയില്ല. മനസ്സിലായി. ഇന്ന് എന്റെ കയ്യിലും കാലണയില്ല. വാങ്ങിച്ച കാശ് എന്തെങ്കിലും തിരിച്ചു തന്നിട്ടുണ്ടോ ഗോപിയേട്ടൻ? മാത്രമല്ല, വല്ലവനും മദ്യം വാങ്ങിച്ചു കൊടുക്കാനൊന്നും എന്റെ കയ്യിൽ കാശില്ല. ഗോപിയേട്ടാ, അങ്ങനെയെങ്കിലും ഒന്ന് ചൂടാവല്ലോ എന്ന് കരുതി ഞാൻ അഭിനയിച്ചതാ. സൗകര്യമായിട്ട് ഒരു ദിവസം ചൂടാവും. എന്താ? ഇന്നലെ ഇവിടെ നിന്ന് മുറിച്ചു കൊടുത്ത തുണിയല്ലേ ഇത്? അതെ. 1/2 മീറ്റർ ഇതിൽ കുറവാന്ന ഇയാളുടെ കംപ്ലൈന്റ്. അയ്യോ, അങ്ങനെ വരാൻ വഴിയില്ല സാർ. ഞാൻ കൃത്യമായിട്ട് അളന്ന് മുറിച്ച് കൊടുത്തതാ. എനിക്കിതൊക്കെ മനസ്സിലാവൂടോ. 1/2 മീറ്റർ എങ്കിൽ 1/2 മീറ്റർ ഒപ്പിച്ച് കളയാമെന്നാണ് വിചാരമെങ്കിൽ അത് എന്റെ അടുത്ത് നടക്കില്ല. ഈ പണി ഇതിനപ്പുറവും കഴിഞ്ഞിട്ടാ ഞാൻ ഈ കഥയിൽ വന്നിരിക്കുന്നത്. അയ്യോ, അബദ്ധത്തിൽ എന്ത് അബദ്ധം? ഒന്നും പറയണ്ട, ഇതങ്ങ് മാറ്റി കൊടുത്തേക്കൂ. 1/2 മീറ്ററിന്റെ കാശ് ഞാൻ തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം. ഇത്തിരി പ്രാരാബ്ധമൊക്കെ ഉണ്ടെന്ന് കരുതി ഇതുവരെ മോഷ്ടിക്കാനൊന്നും പോയിട്ടില്ല. വിട്ടുകള ഗോപി, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനൊക്കെ കേൾക്കേണ്ടി വരും. പിന്നെ മോഹനേട്ടാ, ഇന്ന് വൈകുന്നേരം 7 മണിക്ക് തന്നെ എനിക്ക് തിരിച്ചു പോകണം. അതിനെ എങ്ങനെ അയാളുടെ ചെവിയിൽ എത്തിക്കുന്നുള്ളതാണ് പ്രശ്നം. എന്ത് പറ്റി? ഒരു ബാങ്ക് ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? മാനേജർക്ക് ഇന്ന് രാത്രി ഒരു ട്രീറ്റ് കൊടുക്കും. ട്രീറ്റോ? അതെന്താ? ട്രീറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കുടിപ്പിച്ച് കിടത്തുക എന്ന് പറയും. ഏറ്റു. തന്റെ ലോണിന്റെ കാര്യം ഞാൻ ഏറ്റു. ഹെഡ് ഓഫീസ് പോവാൻ പറ. എത്ര രൂപ വേണമെന്ന് എനിക്ക്? 2 ലക്ഷം രൂപ വേണം. അയ്യോ വേണ്ട സാർ, 50,000 മതി. തന്നിരിക്കുന്നു. പാണാട്ട ഗോപിനാഥന് അത്താണിപ്പുറയ്ക്കൽ കുഞ്ഞിരാമ പൊതുവാൾ മകൻ വേണുഗോപാൽ പൊതുവാൾ തന്നിരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഒഴിക്കണോ? മതി സാർ. താ ഒട്ടും കഴിച്ചില്ലല്ലോ. അല്ല, ഫുൾ ഫിറ്റ് ആണ് സാർ. 5 ലാർജ് ഞാനും വിട്ടു. ഇനിയും കഴിച്ചാൽ വീട്ടിലെ കാര്യങ്ങളോർത്ത് ഞാൻ കരയും സാർ. വീട്ടിലെ കാര്യം ഓർത്ത് ആരാടോ കരഞ്ഞു പോവാത്തത്? അപ്പൊ സാറും ദുഃഖം കടിച്ചമർത്തി ഇങ്ങനെ ജീവിക്കുകയാണല്ലേ? ഗോപി, സങ്കടം സഹിക്കാൻ പറ്റണില്ല. ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ? അത് വേണോ സാർ? കർത്താവേ, ഞാൻ ഭർത്താവില്ലാതെ പറ്റൂ. കർത്താവിന്റെ കാരുണ്യം കൊണ്ടേഴും ചത്തു. പട്ടതില
എന്റെ പൊന്ന് സാറേ, ഇത് ആരോഗ്യത്തിന് ഹാനികരമാ. വന്നേ, നമുക്ക് പോവാം. വന്നേ. കയ്യിലോ ഹായ് ഗോപി കാർ ചേസ്. പേടിക്കണ്ട, എനിക്കൊന്നുമില്ല. സമാധാനമുള്ളൂ. ഇതാ ബാങ്ക് മാനേജറാ, എടുത്തോണ്ട് ടിക്കറ്റ്. ചവിട്ടി എല്ലിയെ മുളയ്ക്കും. കട പൂട്ടിയാ നേരെ വീട്ടിലേക്കാ. എവിടെയും തങ്ങണ സ്വഭാവം ഇല്ല എന്റെ കുട്ടിക്ക്. അതാ എന്റെ വേവലാതി. അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, 10 മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അവൻ ഇവിടെ എത്തും. ചെറിയ കുട്ടി അല്ലാത്തതുകൊണ്ടാണ് പേടിക്കേണ്ടത്. എല്ലാ ദുശ്ചിന്തകളും മനസ്സിനകത്ത് തള്ളിക്കയറുന്ന പ്രായ. അല്ലെങ്കിൽ എന്നെ പോലെ മനസ്സിനെ കടിഞ്ഞാനിടാനുള്ള ത്രാണി വേണം. എപ്പോഴാ വഴി തെറ്റാന്നറിയില്ല. വഴി തെറ്റൊന്നുമില്ല പുണ്യെ, അവൻ ടോർച്ച് കൊണ്ടാ പോയിരിക്കണേ. അയ്യോ, ആ ഇതാ വന്നല്ലോ. എന്തായി കുട്ടിയെ? ഇന്ന് കട കൂട്ടിയത് മോനേട്ടാ. ഏതോ ഒരു മാനേജറെ കാണാൻ വേണ്ടി നേരത്തെ ഇറങ്ങിയത്. എന്തോ പാർട്ടി അത്രേ. പാർട്ടിയോ? ആ, അപ്പൊ വീശിട്ടായിരിക്കും വരവ്. ഇപ്പൊ എന്തായി ശങ്കരേട്ടാ? അപൂർണാനന്ദ സ്വാമികൾ പ്രവചിക്കുന്നതൊന്നും തെറ്റാറില്ല. എന്റെ പേടി പങ്കുണ്ണിമേനൻ അവിടെ എവിടെങ്കിലും ഒളിച്ചു നിന്ന് എന്റെ കുട്ടിയെ പേടിപ്പിക്കുമെന്നാ. ഈ അമ്മയ്ക്ക് എപ്പോഴും പങ്കുണ്ണിമേനെ വർത്താനേ പറയാറുള്ളൂ. അയാള് ചത്തു പറഞ്ഞിട്ട് കൊല്ലം കുറെ ആയില്ലേ അമ്മേ? കൊല്ലം എത്രയായാലെന്താ? അവന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയുകയല്ലേ. പ്രമാണിമാര് കൂടി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതല്ലേ ആ പുണ്യെ? ഒരേല നീ പേടിച്ചോടണം. നീ എങ്ങനെയാ പുണ്യ ഋഷികേശത്തും കൈലാസത്തൊക്കെ പോയി? ഋഷികേശത്തിലും കൈലാസത്തിലും മേലെയൊന്നും ഇല്ല ശങ്കരേട്ടാ. അനിതേ, മുത്തശ്ശിക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കുമോളെ. നേരെ ഒരുപാടായില്ലേ, കിടന്നോട്ടെ. എല്ലാവരും പോവാ. വായു ഇളകി തുടങ്ങി. ഞാനും വരാം. ഞാനും വരിക. നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട. നേരത്തെ നാളികേരം വീണതാ. നാളികേരം എന്താ ഈ പട്ടി കിടന്ന് കുറയ്ക്കണേ? നീ എന്താ നേരെ വരാതെ ഇങ്ങനെ വന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ. എവിടെയായിരുന്നടാ നീ? ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് തീ തിന്നായിരുന്നു. അമ്മേ, ആ ലോൺ ശരിയാക്കുന്നതിന് വേണ്ടി ബാങ്ക് മാനേജർക്ക് ഒരു പാർട്ടി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? വിശക്കുന്നുണ്ടാവില്ലേ നിനക്ക്? കുളിച്ചു വരും, അമ്മ ചോറെടുത്ത് വെക്കാം. എന്താ എന്താ
എത്ര എണ്ണം വീശി? ഒരു കുപ്പി. കുറച്ചടിക്കുന്നതിൽ ഒരു തകരാറുമില്ല. ഞാൻ ഹരിദ്വാറിലായിരുന്നപ്പോ എന്റെ ഒരു ശിഷ്യൻ എനിക്ക് മറ്റവനെ കൊണ്ടുവന്നു തന്നു, കഞ്ചാവ്. 2 പിടി പിടിച്ചു. പിന്നെ എനിക്ക് ഹരിദ്വാരവും ഇല്ല, കൈലാസവും ഇല്ല, ഒരു പുല്ലുമില്ല. ഞാനിങ്ങനെ പറന്നു 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 ചൊല്ലാൻ. ഈ അമ്മാന്റെ വെടിപൊട്ടിക്കൽ ഇനിയും നിർത്തിയില്ലേ? വരും ഊണെടുത്ത് വെച്ചിട്ടുണ്ട്. അവനെവിടെ? കുളിക്കാൻ പോയിരിക്കുക. എന്നാ പിന്നെ എനിക്കും കുളിച്ചൂടെ? എന്താ അവിടെ? ഞാൻ ആടിന് ഇത്തിരി വക്കോലിട്ട് കൊടുക്കാൻ വന്നു. ആടിനോ? ആടിനല്ല, പശുവിന് ഇത്തിരി വക്കോലിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാ. ഞാൻ വയ്ക്കലിട്ട് കൊടുത്തോളാം. അതെന്താ ഞാൻ ഇട്ട് കൊടുത്ത തിന്നില്ലേ? സാധാരണ അമ്മാവനല്ലല്ലോ വയ്ക്കൽ കൊടുക്കുന്നത്. അല്ല, ഇന്ന് മുതൽ അതിനൊരു മാറ്റം വരുത്താൻ പോവാ. ഈ പശുപരിപാലനം സ്വാമിമാർക്കും മഹർഷിമാർക്കും വിരിച്ചിട്ടുള്ളതാ. സമ്മതിച്ചു. പിന്നെ അമ്മാവനെ ശങ്കരമ്മാവൻ വിളിക്കണ്ട്, വേഗം അങ്ങോട്ട് ചെന്നേ. നിന്നെ ചേച്ചി അവിടെ അന്വേഷിക്കുന്നത്, നീ അങ്ങോട്ട് അല്ലേ? കള്ളം പറയണ്ട, അമ്മ അങ്ങോട്ട് ചെല്ലാതെ പറഞ്ഞത്. നീ ഇങ്ങനെ വാശി പിടിച്ചാൽ ഞാൻ അങ്ങോട്ട് പോണ പ്രശ്നമില്ല. ഞാൻ ഇവിടെ കിടക്കാൻ അത് കൊള്ളൂലല്ലോ. എന്തോടെ ബഹളം? ഒന്ന് നിർത്താനല്ലോ പറഞ്ഞേ. ഇന്നൊരു ദിവസത്തേക്ക് ഈ മിണ്ടാ പ്രാണിക്ക് വക്കോട്ട് കൊടുക്കാൻ ഇവ സമ്മതിക്കില്ല. വയ്ക്കോലിട്ട് കൊടുക്കുന്ന എന്റെ അവകാശം, അത് ഞാൻ ചെയ്തോളാം. അവകാശമൊക്കെ പോട്ടെ, വക്കോല് ഞാട്ട് കൊടുത്തോളാം. ഞാട്ട് കൊടുത്തോളാം. വേണ്ട ചേട്ടാ. വിടാനല്ലേ പറഞ്ഞു, വിടാൻ. ചതിച്ചല്ലോ ഈശ്വര. ഇതാണ് വയ്ക്കൂലേ? ഇതെങ്ങനെ ഇവിടെ വന്നത്? ഓയല്ലോ ഈശ്വര. എന്റെ ഭഗവതി, മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാൻ തെക്കേല മുട്ടയമ്മ എന്ന കാശായി പൊട്ടിക്കിടക്കണ. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ല. ഉടനെ ഇങ്ങ് വരണം. എന്താ ഉണ്ടായത്? ചെറിയൊരു നഷ്ടം കൂടുകള്ളവന്മാരുടെ പിടിപ്പേട് കൊണ്ട് പറ്റിയതാ. ഇത്രയും കൊല്ലത്തിനിടയില് ഇങ്ങനൊരു പിഴവ്. എന്തിനാ ഇതൊക്കെ? ഒരു രാത്രിയെങ്കിലും മനസമാധാനമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? ഞാനിതൊക്കെ സമ്പാദിച്ചു കൂട്ടുന്നത് എന്റെ മനസമാധാനത്തിന് വേണ്ടി മാത്രമാണ്. അതിന്റെ ഓശാരം പറ്റിക്കൊണ്ട് അന്നാമ്മയും കുഞ്ഞും മിണ്ടാതങ്ങിരുന്നാ മതി. രക്തബന്ധത്തേക്കാ വില ഇവനുണ്ടെന്ന് 10ാമത്തെ വയസ്സിൽ മനസ്സിലാക്കിയവനാ മാത്തച്ഛൻ. കാശുണ്ടെങ്കിൽ കേരളം മുതൽ കേന്ദ്രം വരെ കയ്യിലിരിക്കുവന്നാമേ. മീനാക്ഷി ഇന്നലെയും ചോദിച്ചിരുന്നു മകനെ പറ്റി. 1 മാസമായിട്ട് കത്ത് വരാത്തതുകൊണ്ട് ആ സ്ത്രീ നിലവിളിക്കുക. അന്നാമ്മയുടെ ശക്തമായ ശുപാർശ മൂലമാണ് ആ കുഞ്ഞിനെ ഞാൻ ലോറിപ്പണിക്ക് എടുത്തത്. എന്നിട്ട് എന്തായി? ക്ലീനറുടെ പണി മാത്രം ചെയ്താ പോരായോ? എന്തിനാ വെറുതെ ലോറി ഓടിക്കുന്നേ? അപ്പോ ആ കുഞ്ഞിന്റെ കത്തൊരിക്കലും ഇനി മീനാക്ഷിക്ക് കിട്ടില്ല എന്നാമേ. ആ കുഞ്ഞെ, ഒറ്റ കൊടുത്തത് ആരാണെന്നറിയാവോ? ഖാദർബായുടെ ഗ്രൂപ്പാ. ഇസ്മായിലിനെ മംഗലാപുരം ബീച്ചിൽ വെച്ച് നമ്മൾ കഥ കഴിച്ചതിന്റെ പക തീർത്തതാ. ദുഷ്ടന്മാര്. ദുഷ്ടന്മാര്.
കള്ളക്കടത്തും മയക്കുമരുന്ന് വ്യാപാരവും ഈ പട്ടണത്തിൽ ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടും ഇന്നലെ നടന്ന ഓപ്പറേഷനിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഴ്ച തന്നെയാണ്. എങ്കിലും ഈ ഓപ്പറേഷനിൽ മിസ്റ്റർ ജോൺസന്റെ ഏണസ്റ്റ് എഫേർട്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പിടിക്കപ്പെട്ട പ്രതികളുടെ കൈവശം കള്ളക്കടത്ത് സാധനങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളത് മാത്രമാണ് ദുരൂഹമായി തോന്നുന്നത്. വീണ്ടും ആ കാര്യത്തെക്കുറിച്ച് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് യാത്രക്കിടയിൽ അവർ എവിടെയെങ്കിലും പെട്ടി ഉപേക്ഷിക്കാനാണ് സാധ്യത എന്നാണ്. അപ്പോൾ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ബോധപൂർവം ആ ബാങ്ക് മാനേജറെ അവിടെ എത്തിയതാണോ അല്ലേ? നോ സർ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. മദ്യപിച്ച് വഴിയിൽ എവിടെയെങ്കിലും വീണ് കിടക്കുക എന്നത് അയാളുടെ സ്ഥിരം സ്വഭാവമായിരുന്നു. അപ്പൊ ടിപ്പ് ഓഫ് കിട്ടിയത് ജെന്യുവിൻ സോഴ്സിൽ നിന്നായിരുന്നില്ലേ? ഉവ്വ് സർ, അതുകൊണ്ടായിരുന്നു വൈകുന്നേരം 3 മണി മുതൽ ബീച്ചിൽ കാത്തു കിടന്നത്. ആ ഹോട്ടലുകൾ സെർച്ച് ചെയ്യുന്നതിനോടൊപ്പം ഗസ്റ്റ് ഹൗസ് ഒബ്സർവ് ചെയ്തിരിക്കണം. യെസ് സർ. ബോംബെ പോലീസിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് കുറെ കൂടി വ്യക്തത ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, യു പ്രൊസീഡ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അനിത, ഇന്ന് ഞാൻ ചോറ് കൊണ്ടുവന്നില്ല. എന്തു പറ്റി? അതെ, ഔസേപ്പച്ചന്റെ വീട്ടിലാ ഊണ്. പുള്ളിയുടെ മകളുടെ ബർത്ത്ഡേയാ. ഇത് ആദ്യം പറയായിരുന്നില്ലേ ഗോപിയേട്ടന്? ശരിയാ, ആദ്യം പറയായിരുന്നു. ഹലോ, നമസ്കാരമുണ്ട്. നേരെ ഇങ്ങനെ കയറിയവരെ ഇങ്ങനെ ധൈര്യം ഉണ്ടായേ? പുള്ളിക്കാരൻ കോടതിയും കേസും ഒക്കെ ആയിട്ട് വൈകുന്നേരം മടങ്ങിയെത്തുമെന്ന് എനിക്ക് വിവരം കിട്ടി. എന്തായിരുന്നു പതിവില്ലാത്തൊരു സന്തോഷം? ഗോപിയേട്ടനെ ആദ്യമായിട്ട് കാണാൻ ഇങ്ങനെ. സത്യം പറയാലോ, മാറ്റായിട്ടുണ്ട്. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. അതെ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്റെ അമ്മാവനുണ്ടല്ലോ, നിന്റെ തന്തപ്പടി, ആ നീജൻ, എത്ര കട്ടി സ്വർണം കൊടുത്താൽ അങ്ങനെ വിലക്കെടുക്കാൻ പറ്റും? ഗോപിയേട്ടൻ എന്താ വട്ടുപിടിച്ചിരിക്കുക? ഒരു കുഴപ്പമില്ല. സ്കൂളിൽ വെച്ച് നീ തന്ന കാശുണ്ടല്ലോ മാനേജറെ ട്രീറ്റ് ചെയ്യാൻ, അതെന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. ഇനി എനിക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ബാങ്ക് ലോൺ ഇത്ര പെട്ടെന്ന് ശരിയായോ? എങ്ങനെയാണ് ശരിയാക്കിയെന്നുള്ളത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. നിന്നെ ഞാൻ എങ്ങനെയാണ് വിവാഹ മണ്ഡപത്തിലേക്ക് ആനയിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? കുതിരപ്പുറത്താ? അല്ല, സ്വർണ്ണ രഥത്തിൽ, സ്വർണം കൊണ്ട് മൂടി. സത്യം പറയട്ടെ, ഗോപിയേട്ടൻ ഇപ്പം വട്ട് തന്നെയാ. ഒക്കെ യാഥാർത്ഥ്യമാക്കാൻ പോവാണ് മായ ഞാൻ. നിനക്കറിയോ, ഈ ഭൂമിയിൽ പണമില്ലാതെ ജീവിക്കലാണ് ഏറ്റവും അപമാനകരമായ സംഗതിയെന്ന് അനുഭവത്തിലൂടെ പഠിച്ചവനാണ് ഞാൻ. ലക്ഷക്കണക്കിന് സ്വത്തിന്റെ ഉടമയായ ഗോവിന്ദൻ നായരുടെ മകൾക്ക് അത് മനസ്സിലാവില്ല. സ്കൂൾ മാഷായിരുന്നു എന്റെ അച്ഛൻ, സ്വാതന്ത്ര്യ സമര പോരാളി. ഖദർ പോലെ ശുഭ്രമായ മനസ്സായിരുന്നു അച്ഛൻ്റെത്. അതുകൊണ്ടൊന്നും ഉണ്ടാക്കിയില്ല. വളഞ്ഞ വഴിയിലൂടെ ഒന്നും ഉണ്ടാക്കാൻ നോക്കിയില്ല എന്നതാണ് സത്യം. എന്നിട്ടെന്തായി? ജപ്തി ചെയ്യപ്പെട്ട വീട്, എല്ലാ സ്വപ്നങ്ങളും ബലികഴിച്ച് തുണിക്കടയിൽ കൂലിക്കാരനായി നിൽക്കേണ്ടി വന്ന മകൻ. ഗോപിയേട്ടാ, എന്നെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ ഇതൊക്കെ നിറക്കി വെക്കണ്ടേ മായ? ബന്ധുവീട്ടിലെ കല്യാണത്തിന് പോലും പോകാൻ കഴിയാതെ അകന്നു നിൽക്കേണ്ടി വരുന്ന അനിയത്തിമാരുടെ ദുഃഖം. നിറം മങ്ങി നരച്ച സാരിക്ക് പകരം അവർക്ക് വേറൊന്ന് വാങ്ങിക്കൊടുക്കാൻ പോലും എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തിനാ ഗോപിയേട്ടാ ഇപ്പൊ ഇതൊക്കെ പറയണേ? ഇതിനൊക്കെ എനിക്ക് പകരം ചോദിക്കണം. ഈ നാട് പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന കോടീശ്വരനാവാൻ പോവുകയാണ് നിന്റെ ഗോപിയേട്ടൻ. ആർക്കായിരുന്നു അസുഖം? മുത്തശ്ശിക്കോ വല്യമ്മാവനോ? ആർക്കും അങ്ങനെ അസുഖമൊന്നുമില്ല. പിന്നെ മുത്തശ്ശിക്ക് ചെറിയൊരു പല്ലുവേന, അത് പതിവുള്ളതാ, മാറിക്കോളും. പിന്നെന്താ ഇത്ര വൈകിയത്? എന്നും വൈകുമ്പോഴുള്ള ഒഴികഴിവ് വീട്ടിലെ അസുഖമാണല്ലോ. എന്താ വൈകിയെന്ന് ചോദിച്ചാ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വൈകി. അങ്ങനെയാണെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. എന്റെ മനസ്സിലും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ മുന്നോടിയായി ഞാൻ 2 ആഴ്ചത്തെ അവധി എടുക്കാൻ പോകും. 2 ആഴ്ചത്തെ അവധിയോ? അതെ, 2 ആഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് വരാൻ പറ്റുന്നില്ല എങ്കിൽ ഔസേപ്പച്ചന് വേറെ ആളെ നിയമിക്കാം. പോട്ടെ. എന്തൊക്കെയുണ്ട് മോനേട്ടാ വിശേഷങ്ങൾ? ഇപ്പൊ എന്തിനാ 2 ആഴ്ചത്തെ അവധി? ബെണ്ണേട്ടാൻ പോവാ? 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങൾ നോക്കിക്കോ. പിന്നെ ഇന്ദിരയുടെ കല്യാണത്തിന് എന്റെ വക സമ്മാനമുണ്ട്, കുറച്ച് സ്വർണം. എന്തിനാ ഗോപിയേട്ടാ വെറുതെ ആളെ കളിയാക്കണേ? ഞാൻ പറഞ്ഞതാ. കല്യാണ തീയതി അറിയിക്കാൻ മറക്കരുത്. വരട്ടെ. മഹാഭാഗ്യവാൻ, നല്ല കാലം വരുന്നുണ്ട്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ 125 വയസ്സ് വരെ ജീവിക്കുവാനുള്ള ഭാഗ്യം ഈ കയ്യിൽ കാണുന്നുണ്ട്. വരണം, ഒരു കാര്യം പറയുവാനുണ്ട്. ഒന്നും പറയണ്ട. പണിക്കരേട്ടൻ ഇങ്ങനെ ആൽമരത്തിന്റെ ചോട്ടില് കാക്കക്കാഷ്ടത്തിന്റെ ഇടയിൽ ഇരിക്കേണ്ട ആളല്ല. തൽക്കാലം ദാ ഇത് വെച്ചോളൂ. ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഞാൻ പണിക്കർക്ക് വേണ്ടി ഒരു ഗംഭീര മണിമാളിക പണി തരുന്നുണ്ട്.
എന്നിട്ട് നാട്ടുകാർ മുഴുവൻ കാണത്തക്ക രീതിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഒരു നെയിം ബോർഡും ജ്യോത്സ്യ നിപുണൻ പാണാവള്ളി കൃഷ്ണപ്പണിക്കർ. പോട്ടെ, സമയമില്ല. ഞാൻ ചേട്ടനെ കൂടെ കൂടെ വന്ന് കണ്ടുകൊണ്ടേ ഇരുന്നോളാം. ഇവിടെ പറയുന്നൊക്കെ അച്ചട്ടായിരിക്കും കേട്ടോ മാവ. വരട്ടെ. സ്വർണത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് നിലവാരം എത്രയാ? അവിടെ ചോദിച്ചാൽ മതി. അവിടെ തന്നെ ചോദിച്ചാലേ പറ്റുള്ളൂ അല്ലേ? ചോദിച്ചോളാം. സാർ, എന്തു വേണം? വില നിലവാരം ചോദിക്കാൻ വേണ്ടി. എന്ത് നിലവാരം? ഇരിക്കും. സ്വർണത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഗ്രാമിന് 434 രൂപ. കൊടുക്കാനോ വാങ്ങിക്കാനോ? വാങ്ങിക്കാൻ. അല്ല, കൊടുക്കാൻ. എത്ര ഗ്രാമുണ്ട്? തൂക്കിയിട്ടില്ല സാർ. ഏകദേശം എത്ര കാണും? ഒരു 2 കിലോ കാണും. 2 കിലോയോ? കറിയാച്ചനാ? നമസ്കാരം ഇൻസ്പെക്ടർ സാറേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇല്ല, ഒരു വിവരമില്ല. എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചോളാം. ഓക്കെ. പിന്നെന്താ പറഞ്ഞത്? ഒന്നുമില്ല സാർ. അച്ഛന്റെ അനിയത്തിയുടെ ഭർത്താവ്, അല്ല അമ്മാവന്റെ ഭാര്യ ഖത്തറില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു വെക്കാൻ പറഞ്ഞു. ലീവിൽ വരുമ്പോ ഇപ്പോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിയന്ത്രണങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അവര് വന്നിട്ടാവോ? ചെന്നാട്ടെ. ചെല്ലാം സാർ. ഒരു സോഡ, ഉപ്പൊട്ടും കുറയ്ക്കണ്ട. മധുരം തീരെ കുറയ്ക്കണ്ട കുട്ടിയെ. എന്തൊരു കഷ്ട. പ്രായം കൂടിയ ആൾക്കാർക്കൊക്കെ പ്രമേഹമാണ് ജനങ്ങളുടെ ധാരണ. ചായക്കടയിൽ പോയാലും കല്യാണത്തിന് പോയാലും ചായയില് പഞ്ചസാര കാണത്തില്ല. ചേട്ടാ, ഈ ഹരിദ്വാരത്തിലെ നായന്മാരുടെ കടയില് ശങ്കരേട്ടനും അപ്പുണ്ണിയും വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കേട്ട സ്ഥിതിക്ക് എനിക്കും എതിർപ്പൊന്നുമില്ല. പക്ഷേ ഇപ്പൊ തന്നെ എടുത്താൽ പൊങ്ങാത്ത ഭാര ഗോപിയുടെ തലയിൽ. ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ. ചേച്ചി എന്താ ഈ പറയണേ? ഇത് അങ്ങനെയുള്ള കല്യാണം ഒന്നല്ലല്ലോ. അവര് തമ്മിൽ കണ്ടു, ചിരിച്ചു, അടുത്തു, ഇഷ്ടപ്പെട്ടു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഇപ്പൊ കൊട്ടും കുരുവിയും സദ്യയും പാട്ടൊന്നും വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. ശങ്കരേട്ടൻ എന്ത് തോന്നുന്നു? അപ്പുണ്ണിക്ക് തോന്നിയതൊക്കെ എനിക്കും തോന്നി. മനസ്സിലായില്ലല്ലോ. എന്താ ഈ പറഞ്ഞതാ? അല്ല, നിങ്ങളെ. ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ. കണ്ണു കാണില്ല. കുട്ടി, തടി കുറച്ചുകൂടി ഉഷാറാക്കണം. വിജയനെ കണ്ടില്ലേ നീയെ? കണ്ടില്ലേ? എന്താണ്? ഗോപി എത്തിയല്ലോ. മോനെ, ഇത് വിജയന്റെ അമ്മയും അമ്മാവനുമാ. വിവാഹം ഉറപ്പിക്കാൻ വന്നതാ. ഈ വിവാഹം നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഗോപി തമാശ പറയാണ്. ഒരു ജോലിയില്ലാതെ നടക്കുന്നവന് എന്റെ സഹോദരി വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മതമില്ല. മോനെ, ഓർമ്മ വെച്ച നാൾ മുതൽ കഷ്ടപ്പാടും പ്രാരാബ്ധവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ കുടുംബത്തിൽ. വീണ്ടും കഷ്ടപ്പെടാൻ വേണ്ടി അവളെ എങ്ങോട്ടെങ്കിലും തള്ളിവിടാൻ ഞാൻ ഒരുക്കമല്ല. നിന്നെ ഒരുപാട് പൊന്നും പണവും കൊടുത്ത് നല്ല നിലയിൽ കെട്ടിച്ചയക്കും ഞാൻ. എന്താ, വിശ്വാസാവണില്ലേ? സമ്മതമാണെന്ന് അറിയിച്ചോണ്ടാ ഞങ്ങൾ വന്നത്. ഇങ്ങനെ അവമാനിക്കാനായിരുന്നെങ്കിൽ മാറി പോ. അയ്യോ സ്വാമിജിയാ പറയണേ, നിങ്ങൾ പോവരുത്. ഓടോ. അവര് പോയി എന്ത് ചെയ്യാ? ഗോപി, നിനക്ക് എന്ത് പറ്റിയടാ മോനെ? ഒന്നും പറ്റിയിട്ടില്ല അമ്മേ. ഇന്ന് വരെ നിങ്ങളുടെ ഏതെങ്കിലും ആഗ്രഹങ്ങൾക്ക് ഞാൻ എതിരെ നിന്നിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മാത്രം അമ്മ മനസ്സിലാക്കിയാൽ മതി. അമ്പലത്തിൽ പോകുന്നോടി വിലക്കിരിക്കുക ഗോപിയേട്ടൻ. ഇപ്പൊ ഇവിടെ എത്താൻ തന്നെ ഞാൻ എത്ര കളവ് പറഞ്ഞെന്നറിയോ വിജയേട്ടന്?
ഇന്ദുവിന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഗോപിയേട്ടൻ നിൽക്കില്ല എന്ന് ഇന്ദു തന്നെയല്ലേ പറഞ്ഞത്? ഉവ്വ്, എനിക്ക് ഉറപ്പായിരുന്നു. ഗോപേട്ടൻ അങ്ങനെയാ, ആരുടെ സങ്കടം സഹിക്കാൻ പറ്റില്ല. എന്നിട്ടിപ്പോ അമ്മയും അമ്മാവനെയും അവമാനിച്ചു വിട്ടില്ലേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്തോ പറ്റിയിട്ടുണ്ട് ഗോപേട്ടന്. തുണിക്കടയിൽ പോയിട്ട് തന്നെ ദിവസം എത്രയെന്നറിയോ? നേരം വെളുക്കോളം എന്തൊക്കെയോ ഓർത്തിരിക്കുന്നത് കാണാം. തുണിക്കടയിലെ മോഹനും പറഞ്ഞു പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന്. ഒരിക്കലും നടക്കാനിടയില്ലാത്ത കുറെ കാര്യങ്ങൾ അത്രേ മനസ്സിൽ. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപമില്ല. ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. തറവാട്ടിൽ ആർക്കെങ്കിലും പാരമ്പര്യമായിട്ട് ഭ്രാന്തുണ്ടായിരുന്നു? വിജയേട്ടാ, മനസ്സിന്റെ കാര്യമല്ലേ, നിസ്സാരമായ എന്തെങ്കിലും കാരണം മതിയല്ലോ ഒന്ന് പാളാൻ. ഇന്ദു, കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. നിന്റെ വിജയേട്ടൻ എന്നും നിന്നോടൊപ്പം ഉണ്ടാകും. ആരാ നിങ്ങൾ എന്റെ പറമ്പിക്കരെ കയ്യേറ്റം നടത്താൻ? ആരാ നിങ്ങൾ കവിയാരം തന്നത്? ഞാൻ തന്നെയാടാ. അത് ശരി, തെമ്മാരത്തിനും കാണിക്കുന്നു. എന്റെ നെഞ്ചത്ത് ചവിട്ടിനെ നിങ്ങൾക്ക് ഇനി ഇവിടെ അടക്കാൻ പറ്റൂ? എന്റെ പണം ഞാൻ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അളന്ന് തിരിച്ചിട്ട് ഇനി ഞാൻ പോകും. ഇതും കൂടി വെട്ടിപ്പിടിച്ച് നിങ്ങളുടെ കുടുംബത്ത് കൊണ്ടുവന്നായിരിക്കും. അത് നടപ്പില്ല. നിങ്ങൾക്ക് തരാനുള്ള കാശിന്റെ ഇരട്ടി ഞാൻ തരാം ഒരാഴ്ചക്കകം. കാലം എത്ര ഇത് കേട്ടു തുടങ്ങിയിട്ട്? ബുധനാഴ്ചത്തെ അവധി കഴിഞ്ഞ് 1 മാസമായി. ഇനിയും തരുവത്ര. ചേട്ടാ, എന്താ ഇത്? ധനം വിദ്വാന് ഭൂഷണമല്ല ചേട്ടാ. താൻ എന്റെ കാര്യം നോക്കണം. ഓ എന്റെ പോയിനേട്ടാ, അമ്മാവന്മാരും മരുമക്കളും തമ്മിൽ ഇങ്ങനെ കടിച്ചു കയറുന്നത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? ഏട്ടൻ വരൂ. നീ എന്തിനാ ഈ സർപ്പക്കാവിൽ വന്ന് കിടക്കണേ? അവരെല്ലാം ഇവിടുന്ന് പോകാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല. അവരൊക്കെ പോയില്ലോ. വാ പോവാ. എനിക്ക് എന്നെ തട്ടിയിടല്ലേ. ഏട്ടൻ ഇവിടുത്തെ അവസ്ഥയൊക്കെ അറിയാവുന്നതല്ലേ, എന്നിട്ടും എന്താ ഇങ്ങനെ? അവസ്ഥയൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാ, അതെനിക്ക് കിട്ടണം. തരാനുള്ള കാശിന് 25 സെന്റ് സ്ഥലം ഞാൻ ഇവിടെ നടന്നെടുത്തിരിക്കും. അവന്റെ കൂടുതലൊന്നും പറയണ്ട. ഈ സ്ഥലം സൂത്രത്തിൽ ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് അന്ന് വലിയ കാര്യത്തിൽ രൂപ ഒന്ന് സഹായിച്ചെന്ന് ഇപ്പഴാ മനസ്സിലായത്. അച്ഛന്റെ സ്വത്ത് മുഴുവൻ കള്ളക്കേസിൽ സ്വന്തമാക്കിയത് പോരല്ലേ? എന്ത് ചേട്ടാ, എന്റെ നിയന്ത്രണം വിട്ടു തുടങ്ങിട്ടോ. കാര്യം പറയുമ്പോ ഉന്തി വിട്. ഇത് എവിടുത്തെ മര്യാദയാ? ഞാൻ പോവാ. തന്നെ കഴിഞ്ഞ് ശരിയാക്കി തരാടോ. പോകുന്നോ പോട്ടെ, രണ്ടിലൊന്നും എനിക്ക് ഇപ്പൊ അറിയണം. അമ്മാവൻ ഇത്തവണ ഒരു ക്ഷമിക്ക്. ബാങ്ക് ലോൺ ശരിയായാലും ഉടൻ കാശ് തിരിച്ചു തന്നേക്കാം. ഇനി വരുന്നത് ഞാൻ പോലീസിനെ കുട്ടിയായിരിക്കും. ആ കുറച്ചു ദിവസം കൂടെ നിനക്കിവിടെ നിന്നൂടെയാ പുണ്യേ? മടുത്തു, മതിയായി. അമ്മ കണ്ടതല്ലേ നടുമുറ്റത്തൊരു കുരുക്ഷേത്ര യുദ്ധം. ഇതൊന്നും വയ്യാഞ്ഞിട്ടാ ഞാൻ സന്യസിക്കാൻ പോയത്. വല്ലപ്പോഴേക്ക് തിരിച്ചു വരുമ്പോ അടിയും പിടിയും മുണ്ടും തള്ളും. മതിയായി. എല്ലാവരോടും പറഞ്ഞേക്ക് അപൂർണാനന്ദ സ്വാമികൾ യാത്രയാവുകയാണ്. അമ്മ ഒന്ന് അനുഗ്രഹിച്ചേ. അനുഗ്രഹിക്കാൻ നീ അമ്മയ്ക്കും കൈക്കൂലി കൊടുക്കണോ? കേരളത്തിലല്ലേ ജീവിക്കണേ. ഞാൻ ചെയ്തത് തികച്ചും ശരിയാണെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഈ കാര്യത്തിൽ ഞാൻ ഗോപിയേട്ടനെ കുറ്റപ്പെടുത്തു. എന്റെ അച്ഛനാണെന്ന കാര്യം പോട്ടെ, ഗോപിയേട്ടന്റെ അമ്മാവനാണെന്നെങ്കിലും ഓർക്കായിരുന്നില്ലേ? ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ഗോപിയേട്ടന്റെ സ്വഭാവത്തിലൊന്ന് മാറ്റം കുറെ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുക ഗോപിയേട്ടൻ. അയ്യോ, ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല, സത്യമായിട്ടും ഇല്ല. പിന്നെ അച്ഛൻ അടുത്ത ആഴ്ച എന്റെ രൂപ കൊടുക്കാന്ന് എങ്ങനെ പറഞ്ഞത്? ഇന്ദുവിന് 100 പവന്റെ സ്വർണം കൊടുത്ത് കെട്ടിച്ചയക്കാമെന്ന് എന്തിനാ വാക്കു കൊടുത്തേ? ഗോപിയേട്ടൻ എന്താ കള്ളക്കടത്തുണ്ടോ? കള്ളക്കടത്തോ? തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും പറയരുത്, വെറുതെ ആൾക്കാർ തെറ്റിദ്ധരിക്കും. സ്വർണ്ണരഥം, ദേഹം മുഴുവൻ സ്വർണം കൊണ്ടുള്ള ബഹളം, എന്തൊക്കെയാ പറഞ്ഞത്? അന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതൊക്കെ എന്റെ ഒരു സ്വപ്നം പറഞ്ഞാണ് മായേ. ഇടത്തരക്കാരന്റെ ജീവിതം മുഴുവൻ സ്വപ്നങ്ങളല്ലേ. അതൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തില നിന്റെ ഗോപിയേട്ടൻ.
എന്റെ പോക്കറ്റ് അടിച്ച് വണ്ടി നിർത്ത്. ഈശ്വര, അപ്പൊ എന്റെ കയ്യിൽ ബിസ്ക്കറ്റ്. ആരും ബഹളം വയ്ക്കണ്ട, ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം. പോലീസ് സ്റ്റേഷനിൽ പോയി ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ എനിക്കിന്നൊരു PSC ടെസ്റ്റ് ഉള്ളതാ, സമയമായി. പോലീസിന്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വേറെ ടെസ്റ്റ് ചെയ്താൽ മതി. ആരെങ്കിലും എന്തെങ്കിലും പോക്കറ്ററിങ് കാണിച്ചതിന് നമ്മൾ എല്ലാവരും കൂടി ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും ഉള്ളതാ, നമുക്ക് തന്നെ തപ്പാം. വാ വാ വാ, അല്ലാതെ പറഞ്ഞ പോയിട്ട് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളുള്ളതാ. ആദ്യം സാറിനെ തന്നെ ചെക്ക് ചെയ്യാം. എന്നെന്താ ചെക്ക് ചെയ്യുന്നത്? അതേ കുന്തം പോയ കുടത്തിനും തപ്പണമെന്നാ. മാറിയുന്നേ നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? പോലീസ് മാത്രമല്ല മനുഷ്യനെ വിചാരിച്ചാലും കള്ളന്മാരെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാ. പിന്നെ എടുത്തിട്ടില്ല എന്തിനാ പഠിക്കുന്നത്? ഞാൻ ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു ഞാൻ കാര്യം പറഞ്ഞോട്ടെ. ഞാൻ കള്ളനല്ല, ഞാൻ പോക്കറ്റ് അടിക്കാരനല്ല. സത്യമായിട്ടും എനിക്ക് ടെസ്റ്റ് ഉള്ളതാ. എന്നെക്കൂട്ടം പിരിഞ്ഞു പോണേ പ്ലീസ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണേ. അയ്യോ ഈശ്വരാ, അയ്യോ വരരുതേ. അയ്യോ ആരെങ്കിലും എത്തിക്കാൻ പോകരുത്. അയ്യോ കാര്യം പറഞ്ഞിട്ട് അയ്യോ പടം അത്രയ്ക്ക് ദാഹമുള്ളതുകൊണ്ടാ. ഒരു ചായ 2 ഗ്ലാസ് വെള്ളം എനിക്ക് കിട്ടുമ്പോ തിരിച്ചു തരാമേ. കള്ളം മോനെ, എത്ര നാളാണോ നിന്നെ തെരഞ്ഞെടുക്കുന്നത്? കാശ് ഞാൻ പിന്നെ തരാം. എപ്പോ പിന്നെ? എന്റെ അഭിമാനത്തിൽ ഇപ്പോ തരണം. ഞാൻ പിന്നെ തരാം. വിടൂല, ഇന്ന് വിടൂല. അവിടെ നില്ലേ, അവിടെ നിന്ന് എനിക്ക് പൈസ കുറച്ച് തരാം. എടാ പൈസ കുറച്ച് തരാം. അവിടെ നിൽക്കടാ, അവിടെ നിൽക്കേ. ഈ ദിശക്ക് നീ എങ്ങോട്ട് പോകാനാടാ? നീ ഹെലികോപ്റ്ററിൽ പറക്കാൻ. ആടാ നിന്നെ വിടൂലടാ. ഗോപിയേ, ഗോപ്. എടാ നമസ്കാരം വസൂട്ട. ഗോപിയെ ഇതുവഴി കണ്ടിട്ട് കുറെ ആയല്ലോ. നേരം കിട്ടണ്ടേ? കടപൂട്ടി വീട്ടിൽ എത്തുമ്പോ തന്നെ 9 മണി കഴിയും. എന്തായി പെങ്ങന്മാരുടെ കല്യാണമൊക്കെ ശരിയായോ? 2-3 അന്വേഷണങ്ങളൊക്കെ വന്നിരുന്നു. ജാതകം ചേരാത്തോണ്ട് ഒന്നും നടന്നില്ല. ശരിയാ, കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു വിധിയല്ലേ? സത്യമാണോ വാസുട്ടേ പറയുന്നത്? അല്ല, ഗോപി വെറുതെ വന്നതാ? ഔസേപ്പച്ച മുതലാളിയുടെ വീട് വരെ വന്നപ്പോ ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാന്ന് കരുതി. ഈ തീയിലിട്ട സ്വർണം കാണാൻ നല്ല ഭംഗിയല്ലേ? സാധാരണയായി വാസുട്ടൻ ഇവിടുന്ന് സ്വർണം ഒരുക്കി കൊടുക്കാറുണ്ടോ? എന്താ ഉരുക്കാൻ സ്വർണം ഉണ്ടോ കയ്യില്? അല്ല, നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, 2 കോടിയുടെ സ്വർണം പിടിച്ചു, 3 കോടിയുടെ സ്വർണം പിടിച്ചു എന്നൊക്കെ. ഇതൊക്കെ എങ്ങനെയാ വിറ്റ് കാശാക്കുന്നതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യം ഓർത്ത് എന്തിനാ ഗോപി തല ഉണ്ടാക്കുന്നേ? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഓർത്ത് നമ്മളെന്താ തല പുണ്ണാക്കാക്കുന്നത്? സാർ, ഞാൻ വൈകിട്ട് വീട്ടിലെത്തിച്ചോളാം. എത്ര ദിവസമായി അറിഞ്ഞാണുണ്ടാക്കാൻ തന്നിട്ട്? നാളെ മോളുടെ പേര് വിളിന്ന് കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞല്ലേ? നാളെ അല്ലേ സാർ? ഇനിയും സമയം എത്ര കിടക്കുന്നു? ഇന്ന് വൈകുന്നേരം ഞാൻ സാറിന്റെ വീട്ടിലെത്തിച്ചോളാം, പോരെ? എന്റെ ഉറപ്പല്ലേ? ആ, വണ്ടിയുടെ. ആ, പിന്നെ കള്ളക്കടത്തുകാർ എറിഞ്ഞു കളഞ്ഞ സ്വർണം ഈ ടൗണിൽ തന്നെ ആരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ട്. സ്വർണം വിൽക്കാൻ വരുന്ന ആരെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ സ്റ്റേഷനിൽ വിളിച്ചു പറയാം. ഓ, ചെക്കൻ അന്ന് രാത്രിയിൽ താമസിച്ചു വന്നപ്പോ മുതല് ഞാൻ ശ്രദ്ധിക്കുന്നതാ ഒരു മാറ്റം.
മനസ്സിന് പിരിമുറുക്കുണ്ടാവും, വിഭ്രാന്തി ഉണ്ടാവും. ഗോവിന്ദേട്ടൻ വസ്തു കൊണ്ടുപോകുന്നുള്ള പേടിയും എല്ലാം ഉണ്ടാവും. 100-200 പവൻ കൊടുത്ത് ഇന്ദുവിനെ കെട്ടിച്ചയക്കുമെന്ന് പറഞ്ഞതായി എനിക്ക് മനസ്സിലാവാത്തെ. സ്വബോധം ഇല്ലാണ്ടായ പിന്നെ പറയുന്നതിന് വല്ല അർത്ഥം. മോഹൻ ഇവിടെ വന്നിരുന്നു. നീ കടയിൽ പോയിട്ട് കുറെ ദിവസമായെന്ന് പറഞ്ഞല്ലോ അവൻ. ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചു. എന്താ കാരണം? കാരണമൊന്നുമില്ല, എനിക്ക് തോന്നി. ദിവസവും കിടന്ന് മരിച്ചു പണിതാൽ എന്താ കിട്ടുമെന്ന് എനിക്കല്ലേ അറിയൂ. എന്റെ കുട്ടി, ഇന്നത്തെ കാലത്ത് ചെറുതാണെങ്കിലും ഒരു പണി കിട്ടാന്ന് വെച്ചാ. അമ്മാമ പേടിക്കണ്ട, സ്വന്തമായിട്ടൊരു കട ടൗണിൽ തുടങ്ങിയാലെന്ന് ആലോചിക്കാൻ ഞാൻ. അതിനൊക്കെ പൈസ എത്ര ഉണ്ടായാലാ? അതൊക്കെ ഉണ്ടാവും. എവിടുന്ന്? ഈ ഉമ്മർത്ത് ഇങ്ങനെ ഇരുന്ന് 4 നേരം സുഖഭക്ഷണവും കഴിച്ച് ജീവിതം തള്ളി നീക്കിയാല് അതൊന്നും മനസ്സിലാവില്ല. അതിന് ബുദ്ധി വേണം, ബുദ്ധി. ഉള്ള സ്ഥലം വിറ്റ് നിന്ന് ജീവിക്കാൻ ആർക്കും പറ്റും. ഗോപി, ആരും എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ കേട്ടില്ലേ ജാനകി? നാരായണനാര് മരിച്ചപ്പോ വാവിട്ട് കരയുന്ന 4 കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാ ഞാൻ. എന്നെ പോലും മറന്ന് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു. ഇപ്പൊ എനിക്ക് കിട്ടി അതിനുള്ള പ്രതിഫലം. നാരായണേട്ടൻ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രതി ഞാൻ വിചാരിച്ച ആള് തന്നെയാ. അവന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു പെശക എനിക്കും തോന്നിയതാ. കഴിഞ്ഞ ആഴ്ചയെ ഓടി വന്ന് 50 രൂപ ബലമായിട്ട് എന്റെ കയ്യിലോട്ട് തിരികെ വെച്ച് വന്ന്. നാരായണോ, ഗോപിയെ പറ്റി നീ പറഞ്ഞൊക്കെ നേരാണോ? പിന്നെ നോണ പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കേണ്ട വല്ല ആവശ്യം എനിക്കുണ്ടോ മേന്നെ? ആദ്യമൊക്കെ ചെറിയ ലക്ഷണം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ദേഹോദരം തുടങ്ങിയിരിക്കണത്രേ. ഗോവിന്ദൻ നായർ തല്ലാൻ ചെന്നോ എന്തൊക്കെയോ പറയണ കേട്ടു. മനുഷ്യന്മാരുടെ ഒരു സ്ഥിതിയെ. ഗോപിക്ക് കൊടുത്ത മുതലും പലിശയൊക്കെ പോയി തന്നെ അല്ലേ മേന്നെ? കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, അവൻ വല്ല ദേവോത്തരം ഏൽപ്പിക്കുന്ന ആൾപ്പെടേണ്ട പേടി. അതുറപ്പാ. അയ്യോ, എന്റെ കാര്യത്തിനൊരു കുഴപ്പമില്ല. നാരായണേട്ടാ, എന്താ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. മനസ്സിലായി. ഈ കടയൊന്ന് ഉഷാറാക്കണമെന്ന് പറഞ്ഞ് നാരായണേട്ടൻ പല പ്രാവശ്യം എന്റെ അടുത്ത് രൂപ കടം ചോദിച്ചിട്ടുണ്ടല്ലേ? ഞാൻ തന്നിട്ടില്ല. എന്നാ വിഷമിക്കണ്ട, ചോദിക്കാതെ തന്നെ ഞാൻ നാരായണേട്ടന് കുറച്ച് രൂപ തരാൻ പോവുക. എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം തരണം. അയ്യോ വേണ്ട ഗോപി, എനിക്ക് പണത്തിന്റെ ആവശ്യമില്ല. എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ രൂപ തരും. ഗോപിക്ക് എന്തെങ്കിലും കുടിക്കാൻ? കുടിക്കാൻ എനിക്ക് പാല് തന്നെ ആയിക്കോട്ടെ. അയ്യോ, പണിക്കരേട്ടനോ? ഞാൻ ഈ വടയുടെ വില നിലവാരമൊക്കെ നോക്കുവായിരുന്നു. പിന്നെ പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. പട്ടണം, ഹൃദയം. ഇത് വെച്ചോ. വേഗം വേണം. മേനോൻ ചേട്ടനോ? ഈ കണ്ണാടിപ്പെട്ടിക്കകത്ത് എന്തോ എടുക്കുക? ഞാൻ ചേട്ടനെ കാണാൻ കാത്തിരിക്കായിരുന്നു. നമ്മുടെ പൈസയുടെ കാര്യമില്ലേ? പൈസ വേണ്ട. തരാം. ഗോപി, പാല്. ചേട്ടാ, എല്ലാം പരിഹരിക്കാം. അതല്ലേ? ഗോപി 2 ആഴ്ചത്തെ ലീവെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ കണ്ടേയില്ല. കുറച്ച് തിരക്കിലായിപ്പോയി അവസരപ്പച്ച. പിന്നെ ഈ ജോലി അങ്ങ് വിടാനുള്ള തീരുമാനത്തിലാ ഞാൻ. വേറെ വല്ലതും മനസ്സിൽ കണ്ടിട്ടുണ്ടോ ആവോ? വേറെ വല്ലതും കണ്ടുവയ്ക്കാതെ ജോലി വിടാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഞാൻ വെറുതെ ചോദിച്ചതാ. ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട. ഞാനേ ആ അബൂബക്കറിന്റെ ഹോട്ടലിന് വില പറയാൻ വേണ്ടി ഇവിടം വരെ വന്നതാ. മിക്കവാറും കച്ചവടം ഉറപ്പിക്കും. ഒരു തെറ്റുമില്ല. പക്ഷേ ആ ഹോട്ടലിനെ ഒരു തുണിക്കടയാക്കി മാറ്റാനാ എന്റെ പ്ലാൻ. എന്താ അവസരപ്പച്ചന്റെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. മോനേട്ടാ, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, മാറ്റം ഉണ്ടാവരുത്. ഇതിനെ ഞാൻ കല്യാണത്തിന് തീർച്ചയായിട്ടും എത്തും, പറഞ്ഞ സമ്മാനമായിട്ട്. എന്നാ അപ്പൊ പറഞ്ഞല്ലേ? ശരി ശരി. അപ്പോ എന്റെ കടയുടെ ഓപ്പണിങ്ങിന് കാണാം എല്ലാരോടും. വരട്ടെ വരട്ടെ അവസരപ്പിച്ച. ഗോപി, ഗോപി, അവിടെ നിന്നേ. ഗോപി എന്ന് കാണാൻ ഞാൻ എത്ര തവണ കടയിൽ ചെന്നറിയോ? എനിക്ക് അല്പം തിരക്കുണ്ട്, നമുക്ക് സൗകര്യം പോലെ പിന്നെ കാണാം. അവിടെ നിൽക്ക് ഗോപി. ഹെഡ് ഓഫീസിൽ നിന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പേപ്പേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട്. ഗോപി വന്നാ പൈസ വാങ്ങിയാ മതി. ലോണിന്റെ കാര്യം സാറി പറയണേ? അതെ, അത് ശരിയായി വന്നപ്പോ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചെന്നറിയാമോ? പിന്നെ എനിക്ക് ചെറിയ ഹെൽപ്പ് വേണം. ഞാൻ KFC ചിട്ടി പിടിച്ചതിന്റെ ജപ്തി നോട്ടീസ് വന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റ്, കുറച്ച് എമൗണ്ട് കടമായിട്ട് തന്നാ മതി. ഞാൻ തിരിച്ചു തന്നോളാം.
കൊല്ലംകോട്ടെ രാജപ്പന് മീൻ വളർത്തുന്ന 2 ലക്ഷം രൂപ ശരിയാവുന്നുണ്ട്. 25 കമ്മീഷൻ. ഗോപിയുടെ അവസ്ഥ എനിക്കറിയാവല്ലോ. സാറേ, ഒരു 10 25 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റായി ഞാൻ സാറിന്റെ ബാങ്കിൽ ഇട്ടാൽ സാറിന് പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? ഗോപി കളിയാക്കുക. കളിയാക്ക്. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ സാറിനെ വന്ന് കാണുന്നുണ്ട്. 25 ആണോ 50 ആണോ ഇടേണ്ടതെന്ന് അപ്പം തീരുമാനിക്കാം. ഇപ്പൊ ഇത്തിരി ധൃതിയുണ്ട്. പിന്നെ ലോൺ അങ്ങ് ക്യാൻസൽ ആക്കിയത്, അല്ലെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്തേക്ക് പോട്ടെ. അപ്പൊ ഔസേപ്പച്ചൻ പറഞ്ഞത് നേരാ. ഇത് വട്ട് തന്നെ, മുഴുവട്ട്. കുറച്ച് നേരമായി ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഈ കളികൾ. അവിടുന്ന് ഇവിടുന്നൊക്കെ എത്തി നോക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഞങ്ങള് വെറുതെ മനുഷ്യനെ സ്വൈരായിട്ടൊന്ന് ഉറങ്ങാൻ കൂടി സമ്മതിക്കില്ല. അച്ഛാല് ഷോപ്പിൽ നല്ല തിരക്കുണ്ടോ? ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരിക്കാം. ബിസ്ക്കറ്റിന്റെ കാര്യത്തെ കുറിച്ച് ചോദിക്കാനാ. എത്ര ഉണ്ട്? എത്രണ്ണം ഉണ്ട്? കയ്യിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? അല്പം വെയിറ്റ് ചെയ്യും. മുസ്തഫായിക്ക് നഷ്ടപ്പെട്ടത് കോടികളുടെ സ്വർണം മാത്രമല്ല, വർഷങ്ങളായി പടുത്തുയർത്തിയ മാത്തച്ഛനോടുള്ള വിശ്വാസ്യത കൂടിയാണ്. തീ കൊണ്ടുള്ള കളിയല്ലേ കയ്യാറെ. കിട്ടിയ സാധനം കൈപ്പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് പറയില്ല. പക്ഷേ അവർക്ക് മറിച്ചും ചിന്തിക്കാമല്ലോ. കൈപ്പറ്റി കഴിഞ്ഞിട്ടും കിട്ടിയില്ലെന്ന് കൈമലർത്തിയ മിടുക്കന്മാരുടെ പറ്റിക്കൊക്കെ മുസ്തഫയ്ക്കും അറിയാം. പക്ഷേ പിന്നീട് അവർക്ക് കളവ് പറയാനൊരു അവസരം മുസ്തഫ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. കാഞ്ഞങ്ങാട്ട് അക്ബറിന്റെ കൊലപാതകം അങ്ങനെയായിരുന്നു. ബോംബെയിൽ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നെ ഗുണദോഷിക്കാനാണോ? മാത്തച്ഛൻ ഇങ്ങനെ ചൂടാവാൻ വേണ്ടി പറഞ്ഞല്ല, കാര്യത്തിന്റെ ഗൗരവം. ഗൗരവമൊക്കെ എനിക്കും അറിയാവണോ. താ മുസ്തഫയോട് പറ ഉടനെ വന്ന് കാണുന്നുണ്ടെന്ന്. എന്തായി കുഞ്ഞെ? ഇൻഫർമേഷൻ ശരിയാണ് സർ. ടൗണിൽ ഒരു ചെറുപ്പക്കാരൻ സ്വർണം നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. കുഞ്ഞയാളെ കണ്ടോ? സർ, സ്വർണ്ണക്കടയിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോഴാണ് ഞാൻ അയാളെ ഫോളോ ചെയ്തത്. പക്ഷേ ഒരു പള്ളിപ്പെരുന്നാളിന്റെ പ്രദക്ഷിണത്തോട് ചേർന്ന് അയാൾ മുങ്ങി. അതുകൊണ്ട് അന്വേഷണം നിർത്തി സാറിങ്ങി പോകുന്നു.
അല്ലേ? 24 മണിക്കൂർ സമയം ഞാൻ കുഞ്ഞിന് തരുന്നു. അതിനുള്ളിൽ അവനിവിടെ എത്തിയിരിക്കണം. മറക്കണ്ട. ഗോപിയേട്ടൻ ജോലിക്ക് പോയിട്ട് ദിവസം എത്രയെന്നറിയോ? മായെടുത്ത് പറഞ്ഞാലെങ്കിലും അനുസരിക്കുന്ന കരുതിയ അമ്മൻ ഇങ്ങോട്ട് അയച്ചത്. വീടും ജോലിയും മാത്രമേ നടന്ന ഗോപിയേട്ടനാ ഇപ്പൊ രാത്രി എത്തുന്നത് തന്നെ വളരെ വൈകിയ. ബാക്കിയുള്ളവരെങ്ങനെ കഴിയുന്നത് പോലും ഈട് അന്വേഷിക്കാറില്ല. എല്ലാരും പറയുന്നത് എന്തോ പറ്റിയിട്ടുണ്ടെന്നാ, പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റണില്ല. എന്തൊക്കെ കണക്കൂട്ടലുകളുണ്ട് മനസ്സിലെന്നാ എനിക്ക് തോന്നിയത്. അത് നടത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കും. ഇന്ദു ചേച്ചിയെങ്കിലും വീട്ടിലെ അടുക്കളയിൽ നിന്ന് രക്ഷപ്പെടുള്ളൂ ഓർത്ത് ഞാൻ സന്തോഷിച്ച. അതിനും സമ്മതിക്കില്ല ഗോപിയേട്ടൻ. വിജയന് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത്. അനിയത്തിയെ നല്ലൊരാളെ ഏൽപ്പിക്കാനുള്ള ആഗ്രഹമാവും ഗോപിയേട്ടന്. മായെടുത്ത് അതുവഴി ഒന്ന് ഇറങ്ങോ? ഇറങ്ങാം. ഇത് അമ്മയെ ഏൽപ്പിച്ചാ മതി. വേണ്ട മായെടുത്ത്. ഹരി, വീട്ടില് അച്ഛൻ കല്യാണം നടത്താനുള്ള വാശിയില്ല. നാളെ ആരൊക്കെ വരുന്നുണ്ടത്ര എന്നെ കാണാൻ. ഗോപിയേട്ടനോടൊന്ന് പറയൂ.